ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ പ്രവാചകർ എന്ന പഠന പരമ്പരയിലെ ആദ്യത്തെ ഭാഗമാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്തിനാണ് ഖുർആൻ പരാമർശിച്ചത്? എന്തുകൊണ്ടാണ് സ്വർഗ വിഷയവും സ്വർഗപ്രവേശനവും ഭൂമിയിലേക്കുള്ള ഖിലാഫത്തുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ വൃക്ഷവുമായിട്ടുള്ള ബന്ധവും ഇബ്ലീസും മലക്കുകളുമായിട്ടുള്ള ചർച്ചകളുമെല്ലാം എന്തിനാണ് പരാമർശിച്ചത് എന്ന് പ്രത്യേകം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആദം അലൈഹി ഇസ്ലാമിനെ പൊതുവെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ മനുഷ്യൻ എന്ന നിലയിലാണ്. ആദ്യത്തെ നബിയും എല്ലാ ജനങ്ങളുടെയും അബുൽ ബഷർ എന്ന രീതിയിൽ എല്ലാ ജനങ്ങളുടെയും ലോകത്തിൻ്റെ തന്നെ പിതാവായും പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഖലീഫയായും ആദം അലൈഹി ഇസ്ലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഖുർആൻ ഏകദേശം 25ഓളം ഭാഗങ്ങളിൽ ആദം അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളുമായി ബന്ധപ്പെട്ട വിവിധ വിശദീകരണങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ചർച്ചകളുണ്ട്. അത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേര് അറബിയാണ് എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അബൂ മൻസൂർ ജവാലിഖി പോലുള്ള ജൗഹരി പോലുള്ള പണ്ഡിതന്മാർ ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേര് അറബി തന്നെയാണെന്നാണ് പറയുന്നത്. ആദം അലൈഹി ഇസ്ലാം, സ്വാലിഹ് അലൈഹി ഇസ്ലാം, ഷുഐബ് അലൈഹി ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിവരുടെയൊക്കെ പേര് പോലെ തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേരും എന്ന രീതിയിലൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതല്ലാതെ തന്നെയും വേറെയും പണ്ഡിതന്മാർ അത് അറബി അല്ല, നോൺ അറബിയാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് ഇമാം സമഖ്ശരിനെ പോലുള്ള ആൾക്കാർ അറബി ഭാഷയല്ലാതെ നോൺ അറബിയാണ്, നോൺ അറബി ഭാഷയല്ലാത്ത പദമാണ് എന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. വിവിധ സൂറത്തുകളിലായി സൂറ ബഖറ, ആലു ഇമ്രാൻ, മാഇദ, അൽ അഅറാഫ്, ഇസ്രാ, കഹ്ഫ്, യാസീൻ, ത്വാഹ പോലുള്ള സൂറത്തുകളിലാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളിൽ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഈ പദം എവിടുന്ന് രൂപപ്പെട്ടു എന്നുള്ളതും കൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേര് അദീം എന്ന് വിളിക്കുന്ന അറബി പദത്തിൽ നിന്ന്, ഭൂമിയിലെ ഉപരിതലത്തിലുള്ള മണ്ണ് എന്ന് സൂചിപ്പിക്കുന്ന പദമാണ് അദീം, അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളൊരു പരാമർശം ബൈബിളിലുണ്ട്. അതൊരു പക്ഷേ ഈ അദീമുമായി തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉദുമത്ത് എന്നുള്ള പദം പൊരുത്തം, യോജിപ്പ് എന്നുള്ള പദത്തെ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ വെള്ളവും ജലവും ചേർന്നുകൊണ്ടുള്ള ഒരു പൊരുത്തത്തിൽ നിന്നും യോജിപ്പിൽ നിന്നുമാണല്ലോ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടതെന്നാണല്ലോ ഖുർആനും ബൈബിളും ഒക്കെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊരുത്തം, യോജിപ്പ് അവിടെ ചേർന്ന് നിൽക്കുന്നതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്മത്ത് എന്നുള്ള പദം പിൻപറ്റാൻ യോജ്യമായത് എന്നുള്ളൊരർത്ഥം അതിൽ ഉണ്ട്. ഇങ്ങനെ വിവിധ പദങ്ങളിലൂടെ അറബിയിൽ നിന്ന് തന്നെ നിഷ്പന്നമായതാണ് ആദം എന്നുള്ള പേരെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. ഹീബ്രുവിൽ ആദമ എന്നുള്ളൊരു പദമുണ്ട്, പൂഴിമണ്ണിനെ സൂചിപ്പിക്കുന്ന പദമാണത്. അതുപോലെ തന്നെ അദമ എന്നുള്ളൊരു മറ്റൊരു പദം അറബിയിൽ തന്നെ, അത് ഗോതമ്പ് നിറമുള്ള ചർമ്മത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അതിനെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഭൂമിയുടെ ചർമ്മം, തൊലിയാണല്ലോ മണ്ണ്, അപ്പോൾ അതിൽ നിന്ന് തന്നെ രൂപപ്പെട്ടതാവണം ആദം എന്നുള്ള ചർച്ചയും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വേറെയും ചില റെയറായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ആദം എന്നതൊരു നബിയുടെ, ഒരു മനുഷ്യൻ്റെ പേരല്ല, മനുഷ്യകുലത്തെ മുഴുവനും വിശദീകരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. കാരണം മുൻകാല സമൂഹങ്ങൾ, ജൂത, യഹൂദ, ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ പരന്നു വന്ന പല വിശദീകരണങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നതെന്നാണ് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്. കാരണം അദാമ എന്നുള്ള ഹീബ്രു പദത്തിന് മനുഷ്യൻ എന്നുള്ള അർത്ഥമുണ്ട്. ഖുർആനിൽ തന്നെ ഇൻസാൻ ഭാഷ എന്നുള്ള പദം മനുഷ്യനെ പൊതുവായി ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഈ ആദം എന്നുള്ളതും എന്നാണ് ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. എന്നുള്ളത് വളരെ റെയറായ അഭിപ്രായമാണ്. ഇസ്ലാമിക ലോകത്ത് ആദം എന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ പേര് തന്നെ എന്ന രീതിയിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
അതുപോലെ തന്നെ ആദം അലൈഹി ഇസ്ലാമിനെ ഒരു നബിയായി ഖുർആൻ നേരിട്ട് പരിചയപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും, നബി എന്നുള്ള വിളിച്ച് നേരിട്ട് പരിചയപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായി നിരവധി ഭാഗങ്ങളിൽ ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു പ്രതിനിധി എന്ന രീതിയിലേക്ക് സംസാരിക്കുമ്പോഴൊക്കെയും നുബുവത്തിൻ്റെ ഒരു ടച്ച്, അതിൻ്റെ ഒരു വിശദീകരണം അവിടെ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അത് ബൈബിളിൽ പോലും ഒരു നബി എന്ന രീതിയിൽ ആ പരാമർശം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആദം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ മുസ്ലിം ലോകത്ത് പരന്നത് യഹൂദ ക്രിസ്തീയ പാരമ്പര്യമുള്ള ജനങ്ങൾ അവർക്കിടയിലുണ്ടായ കഥകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇസ്രായേലിയാത്ത് എന്ന് പറയുന്ന വിശദീകരണങ്ങളെ ഒരു വിജ്ഞാന ശാഖയുടെ ഒരു ഭാഗമായി ഉലൂമുൽ ഹദീസിൽ വേർതിരിച്ച് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ രൂപപ്പെട്ട ബിദായത്തുൽ ഖുദമ, അതുപോലെ തന്നെ ഹിദായത്തുൽ ഹുക്കമ പോലുള്ള രചനകൾ, അറായിസുൽ മജാലിസ് പോലുള്ള രചനകളും ഇബ്നു അസീറിൻ്റെയും ഇമാം തൊബരിൻ്റെ അടക്കമുള്ള രചനകളിൽ പോലും ഇങ്ങനെയുള്ള മുൻകാലങ്ങളിൽ മുസ്ലിം ലോകത്ത് പരന്ന യഹൂദ ക്രിസ്തീയ കഥകൾ പരന്നിരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് സുറിയാനി ഇൻഫ്ലുവൻസ്, സ്വാധീനം ഇവർക്കിടയിൽ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മലക്കുകളുടെ അല്ലാഹ് പറയുന്നത് ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ എന്നുള്ളത്. അത് നമുക്കറിയാം, ബക്രയിലെ ഏകദേശം 30 മുതൽ 38 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗങ്ങളിൽ ഈ ഒരു വിഷയം, ആദം അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പും അതിനുശേഷം സംഭവിക്കുന്ന ചർച്ചകളുമൊക്കെ വിശദീകരിക്കുന്നതായി കാണാം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗം പറയുന്നത്. അതായത് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത് തന്നെ അവൻ്റെ ഖലീഫയായി, അവൻ്റെ പ്രതിനിധിയായി എന്നുള്ളൊരർത്ഥമാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത്. ഇതേപോലെ ഇതിൻ്റെ ഒരു കണക്ഷനുള്ള ഒരു വിശദീകരണവും ബൈബിളിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഖലീഫ എന്നുള്ള, പ്രതിനിധി എന്നുള്ള പദം ഡയറക്റ്റായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും വിവിധ പ്രതീകങ്ങളിലൂടെ, രൂപങ്ങളിലൂടെ ആ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും. ബൈബിളിൽ തന്നെ ഉൽപ്പത്തി ഭാഗത്തിൽ പരാമർശിക്കുന്ന ഒരു വചനമാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി ഇഴയുന്ന മുഴുവൻ്റെയും ഭൂമി, അതുപോലെ തന്നെ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളൊരു വചനം നമുക്ക് ഉൽപ്പത്തിയിൽ കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ബൈബിൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതിൽ ഈ ഛായ, അതുപോലെ തന്നെ സാദൃശ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം വഹിക്കാൻ പോകുന്ന പ്രതിനിധിയെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പദം വന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ചയെ നമുക്ക് ബൈബിൾ വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. അങ്ങനെ ഖലീഫ എന്ന് ഇസ്ലാമിക സാങ്കേതിക ശബ്ദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ മുഴുവനും ആ ഖിലാഫത്ത് എന്നുള്ള, ഖലീഫ എന്നുള്ള പദത്തിൽ ഉള്ള ആശയങ്ങൾ ബൈബിൾ വിശദീകരണങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ ഒരു തരത്തിലേക്കുള്ള ചെറിയൊരു പരാമർശം ബൈബിളിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ബൈബിളിൽ ഖുർആൻ പരാമർശിച്ചതുപോലെ ആദം അലൈഹി ഇസ്ലാമും, അതുപോലെ തന്നെ ആദം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് മലക്കുകളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതവിടെ പരാമർശമില്ല. പകരം അതിന് ശേഷമുള്ള വിശദീകരണങ്ങളാണ് ബൈബിളിലുള്ളത്. എന്നാൽ ഖുർആനിൽ ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ മലക്കുകൾ പറയുന്ന ഭൂമിയിൽ രക്തം ചിന്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഗത്തെയാണോ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എനിക്കറിയാം നിങ്ങൾക്കറിയില്ല എന്ന രീതിയിലാണല്ലോ മറുപടി പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പണ്ഡിതന്മാർ പറയുന്നത് ഈ മലക്കുകൾക്ക് എങ്ങനെ അറിയാം മനുഷ്യന്മാർ രക്തം ചിന്തുന്നതാണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് മൗലാന മൗദൂദിനെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ആ ചർച്ചയുടെ ഒരു നട്ഷൽ രൂപമാണ്, ഒരു സമ്മറിയാണ് അവിടെ പറയുന്നത്. ചർച്ചയുടെ മുഴുവൻ ഭാഗവും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ നബി അള്ളാഹു മലക്കുകൾക്ക് വിശദീകരിച്ച് കൊടുത്തതിൻ്റെ ഫലമായി അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് പിന്നീട് അവിടെ സംഭവിച്ചത് എന്ന രീതിയിലാണ് മൗലാന മൗദൂദി അതിനെ വിശദീകരിക്കുന്നത്. അതുതന്നെയാണ് ആ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു വിശദീകരണവും. അപ്പോൾ ഈ ഒരു സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് മലക്കുകൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒരു ആവലാതിപ്പെടുകയും അള്ളാഹു തനിക്കറിയാമെന്നുള്ളൊരു വർത്തമാനത്തിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെയാണ് മലക്കുകളും മനുഷ്യനും തമ്മിലുള്ളൊരു വേർതിരിവ് എങ്ങനെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യന് ആദം അലൈഹിസ്സലാമിന് ആദം അൽ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പേരുകളും പഠിപ്പിച്ചു എന്നും നമുക്ക് കാണുവാൻ കഴിയും.
ഇവിടെ ഈ എന്താണ് അസ്മാ എന്ന് പറയുന്നതിന് മുഫസ്സിറുകൾ തമ്മിലൊരു വിശദീകരണമുണ്ട്. ഒരു മൗലിക സത്തയുള്ള എല്ലാ വിവരങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്മാവ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറെയും ചില മുഫസ്സിറുകൾ പറയുന്നത് ഈ ഹാ ഉല ഈ ഹും പോലുള്ള പ്രയോഗങ്ങൾ ആ ഭാഗങ്ങളിൽ അല്ലാഹു ഉപയോഗിച്ചത് അത് മറ്റൊരു വിഷയത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ പദങ്ങൾ ബുദ്ധിയും വിവേകവും ഉള്ളവരെ കുറിച്ചിട്ടാണ് ഹും അല്ലെങ്കിൽ ഹാ ഉലായി എന്നുള്ള പദങ്ങൾ അറബിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ മലക്കുകളും മനുഷ്യരുടെയും പേരുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളൊരു ചർച്ചകൾ കാണാം. എന്നാൽ പോലും ഒരു വിവേകത്തിന് ആവശ്യമായുള്ള വിവരങ്ങൾ വിജ്ഞാനം അള്ളാഹുവും ആദം അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പോപ്പുലറായി മുസ്ലിം പണ്ഡിതന്മാർ ഈ ഒരു ഭാഗത്തെ വിശദീകരിക്കുന്നത്. എന്നാൽ പോലും ഈ ചർച്ചയെ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുവാൻ കാരണം മലക്കും മനുഷ്യനും തമ്മിലുള്ള, മലക്കും ആദം അലൈഹി ഇസ്ലാം തമ്മിലുള്ളൊരു വേർതിരിവാണ്. അള്ളാഹു പറഞ്ഞത് മാത്രം ചെയ്യുന്ന ആ ഒരു സമൂഹം അതിനേക്കാളും അപ്പുറം കൂടുതൽ വിവരങ്ങളുള്ള, ലോകത്തെക്കുറിച്ചും വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും അതുമാത്രമല്ല ഒരു ചുറ്റുപാടിനെക്കുറിച്ചും കൂടുതൽ വിവരമുള്ള ഒരു സൃഷ്ടി എന്ന നിലയിലും ആദം അലൈഹി ഇസ്ലാമിനെ ഈ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരം, വിവേകം, വകതിരിവ്, മനുഷ്യത്വം എന്നുപോലുള്ള മൂല്യങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് ഈ ആയത്തുകളിൽ കാണുവാൻ കഴിയും. ഇതിൻ്റെ ഭാഗമെന്ന നിലയിൽ തന്നെയാണ് ഇബ്ലീസിൻ്റെ ചർച്ച അങ്ങോട്ട് കടന്നു വരുന്നത്. വക്കാന മിനൽ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ കുറിച്ച് പറയുന്നത് അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്ന് നമുക്ക് ഖുർആൻ കൂടി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മലക്കുകളോടും ജിന്നുകളോടും ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ അതിൽ ഇബ്ലീസ് മാത്രം മാറി നിൽക്കുകയും അങ്ങനെ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ കോപത്തിനിരയാവുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ അള്ളാഹു മനുഷ്യനെ, ആദം അലൈഹി ഇസ്ലാമിലൂടെ അള്ളാഹു മനുഷ്യനെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നു, എത്രത്തോളം പവിത്രത കാണിച്ച് തന്നിരിക്കുന്നു, അതുപോലെ തന്നെ മലക്കുകളെക്കാളും മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളൊരു ചർച്ചയും കൂടി നമുക്കൊരു വിഷയത്തിലുണ്ട്. ഇതിൽ രസകരമായ ചില വിശദീകരണങ്ങൾ പിന്നീട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മൻസൂർ ഹല്ലാജിനെ പോലുള്ള സൂഫികൾ, ഫിലോസഫേഴ്സ് അതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് കാണുവാൻ കഴിയും. അതായത് അള്ളാഹു മലക്കുകളോടും ജിന്നുകളോടും സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാതിരുന്നത്, അത് അദ്ദേഹം മൻസൂർ ഹല്ലാജി വിശദീകരിക്കുന്നത് ഞാൻ അള്ളാഹു ആണ് പറഞ്ഞെങ്കിൽ പോലും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സുജൂദ് ചെയ്യില്ല എന്ന വാദമാണ് ഇബ്ലീസ് പറഞ്ഞത് എന്ന് ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു വാദം പോലും മൻസൂർ ഹല്ലാജ് അദ്ദേഹത്തിൻ്റെ കിതാബുൽ തവാസീനിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെയും കാടുകയറിയ ചില ചിന്തകൾ പോലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്ലീസ് പറയുന്നത് എന്നെ തീ കൊണ്ട് സൃഷ്ടിക്കുകയും ആദം അലൈഹി ഇസ്ലാമിനെ, ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ശ്രേഷ്ഠത ഞാനാണ്, എനിക്കാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പോയിന്റിലേക്ക് പോലും നമ്മളെ ഖുർആൻ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടിപ്പ് മനുഷ്യനാണ്, അവനാണ് ശ്രേഷ്ഠത, അല്ലെങ്കിൽ ശ്രേഷ്ഠതയുടെ സൃഷ്ടിപ്പിൻ്റെ പേരിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നുള്ള ചർച്ച പോലും ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു ചർച്ചകൾക്ക് ശേഷം പിന്നീട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സ്വർഗീയ വാസത്തെക്കുറിച്ചുള്ള ചർച്ച. ബൈബിളിൽ അത് സ്വർഗീയ വാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറയുന്നത് അത് ഏദൻ തോട്ടത്തിലാണത് താമസിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഖുർആൻ ആ പരാമർശമില്ലെങ്കിൽ പോലും ചില സദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്ലീസുമായി ബന്ധപ്പെട്ട ഈ വർത്തമാനങ്ങളും നമുക്ക് ബൈബിളിൽ കൂടുതൽ വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുകയില്ല. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് സ്വർഗീയ വാസത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ. സ്വർഗീയ വാസം എന്നുള്ളത് എപ്പോഴും മുസ്ലിം ലോകം, മുസ്ലിം പ്രഭാഷകന്മാർ ഒരു തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം എന്തിനാണ് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത്? ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. കാരണം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ എന്നുള്ളതാണ്. ഭൂമിയിലേക്ക് ഖലീഫ എന്ന തരത്തിലാണ് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നത്, അല്ലാതെ സ്വർഗീയ വാസം എന്നെന്ന് ലഭിക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നില്ല. എന്നാൽ പോലും ഇബ്ലീസ്
ആദം അലൈഹി ഇസ്ലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും മുന്നിലേക്ക് വരികയും ആ ഒരു ബോധം ഇട്ടുകൊടുക്കുകയും എന്നെന്നും ഭൂമിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്വർഗത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ കനി കഴിക്കുമ്പോൾ ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന വ്യാമോഹം ഇട്ടുകൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവരത് കഴിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ചർച്ച നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവിടെ ബൈബിളിൽ പാമ്പിനെയൊക്കെ ചിത്രീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഒരു പാമ്പ് വരികയും പാമ്പിലൂടെ ഹവ്വാ ബീവിയെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ബൈബിൾ കാണുന്നത്. എന്നാൽ ഖുർആനിൽ ആ ഒരു വിശദീകരണങ്ങളൊന്നും കാണുന്നില്ല. അത് മാത്രമല്ല, ഖുർആനിൽ ബൈബിളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഒരു ചർച്ചയെ അത് ഒരു ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായി മാറി എന്നുള്ളതാണ്. അതിൽ ആ ഒറിജിനൽ സിൻ, ആദിപാപം എന്ന് പറയുന്ന സിന്നിൽ, പാപത്തിൽ പോലും സ്ത്രീ വിരുദ്ധത കാണുന്നു എന്നുള്ളതാണ് ബൈബിളിലെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഖുർആനിൽ ഒരിക്കലും അത് ഹവ്വാ ബീവി, ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഇണയായ ഹവ്വയെ ആ ഒരു തരത്തിൽ വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയില്ല. ഈ പറയുന്ന ഭാഗത്തെല്ലാം വലാ തഖ്റബ ഹാദിഹി ഷജറ എന്ന് പറയുന്ന ഈ ഷജറയുടെ അടുത്തോട്ട് നിങ്ങൾ പോകരുതെന്ന് പറയുമ്പോൾ പോലും അവിടെ വലാ തഖ്റബ എന്ന് പറയുന്ന രണ്ടുപേരെയും വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ പഴം തിന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകിൽ ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും പരാമർശിക്കുന്നു, അതല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിനെ മാത്രം പരാമർശിക്കുന്നു. ഖുർആൻ ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തും ഫതാബ അലൈഹി, സൂറ ബഖറയിൽ തന്നെ 30കൾക്ക് ശേഷമുള്ള ആയത്തുകൾ ഇത് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആദം തൗബ ചെയ്യുകയും അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ തൗബയുള്ള പശ്ചാത്താപ വിശദീകരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ബൈബിളിൽ കാണുവാൻ കഴിയുന്നത് ഹവ്വാ ബീവി കുറ്റക്കാരിയാവുകയും പാമ്പ് ഹവ്വാ ബീവിയെ പ്രലോഭിക്കുകയും ഹവ്വാ ബീവി അതിനുശേഷം ആദം അലൈഹി സ്വലാമിനെ പ്രലോഭിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രീകരണമാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആദി പാപത്തിൻ്റെ കാരണക്കാരി സ്ത്രീയായി മാറുന്ന ഒരു വിശദീകരണമാണ് ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, സെൻറ്റ് അഗസ്റ്റിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ സ്ത്രീ എന്ന് പറയുന്നത് പ്രലോഭനകാരിയാണെന്നും ആ സ്ത്രീയെക്കുറിച്ച് എപ്പോഴും ഈ ഒരു ബോധമുണ്ടായിരിക്കണമെന്നുള്ള വിശദീകരണങ്ങൾ കാണുവാം. അതുപോലെ തന്നെ കൊരിന്ത്യരിൽ 11-ാം ഭാഗത്ത് 7-ാമത്തെ സൂക്തമായി പറയുന്നത്, ദൈവത്തിൻ്റെ പ്രതിച്ഛായയും മഹത്വവുമാണ് പുരുഷൻ. ഈ പുരുഷൻ്റെ മഹത്വഫലമാണ് സ്ത്രീ എന്ന രീതിയിലുള്ള വിശദീകരണം. അതായത് ഒരു രണ്ടാം കിട ഒരു എൻറ്റിറ്റി ലഭിക്കുന്ന ഒരാളായി സ്ത്രീയെ പരിചയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഖുർആനിൽ ഹവ്വാ ബീവിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിൻ്റെ വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഖുർആനിൽ ഈ ഒരു തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണുവാൻ കഴിയില്ല. ഒന്നുകിൽ രണ്ടുപേരും കുറ്റം ചെയ്തു, അല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാം കുറ്റം ചെയ്തു. തൗബ ചെയ്തു എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് പോലും ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. വലഖദ് കറംനാ ബനി ആദം എന്നുള്ള ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദമിൻ്റെ മക്കളെ മുഴുവനും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി എന്നുള്ളത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ തന്നെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മുഴുവനും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ചർച്ചയിലേക്ക് പോകുന്നത്. അതായത് അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വയെയും അത് സ്വർഗീയവാസം എന്നൊന്നും ലഭിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പകരം സ്വർഗീയ കാലഘട്ടം അതൊരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അള്ളാഹു ആ കനി തിന്നരുതെന്ന് പറയുകയും അത് തിന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു പരീക്ഷണഘട്ടം കഴിയുകയും പിന്നീട് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു വിശദീകരണമാണ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഈ കനി എന്നത് പറയുന്നത്, ആ ഫലം എന്ന് പറയുന്നത് ഒരു അത് കഴിക്കുന്നതോടുകൂടി അത് അറിവിൻ്റെ തെറ്റായ ഉപയോഗമാണ്. ആ തിന്നപ്പോൾ സ്വാഭാവികമായും ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് നഗ്നത വെളിവായി എന്നുള്ളതാണ്. കാരണം നഗ്നത എന്നുള്ളത് ഒരു ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സംസ്കാരമുള്ള മനുഷ്യൻ്റെ ഒരു മാന്യതയുടെ ചിഹ്നം എന്ന നിലയിലാണ് നഗ്നത. അത് വെളിവാകുന്നതോടുകൂടി അത് അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ ചിഹ്നമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പോയിന്റിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതേപോലെ തന്നെ ബൈബിളിൽ ഈ ഒരു പുറത്താക്കലിനെ കുറിച്ചിട്ടുള്ള പരാമർശമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം ബൈബിളിൽ തന്നെ പറയുന്നത് മനുഷ്യനിതാ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയും വിധം നമ്മളിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
ഈ കനി തിന്ന് അമർത്യനായേക്കാം, അതുകൊണ്ടാണ് കർത്താവ് അവനെ പുറത്താക്കി എന്നുള്ളൊരു പരാമർശമാണ് ബൈബിളിൽ നൽകുന്നത്. പക്ഷേ ഖുർആനിൽ ആ പരാമർശമില്ല. ഖുർആനിൽ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. അതുപോലെ തൗബയെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമുക്ക് ബൈബിൾ കാണുവാൻ കഴിയുന്നില്ല. ഈ ഒരു ആദിപാപം കൺസെപ്റ്റ് ഉണ്ടാക്കുകയും ആ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കർത്താവ് മനുഷ്യരൂപം കൊണ്ട് യേശുവായി മാറുകയും യേശു അങ്ങനെ കുരിശിൽ തറച്ചുകൊണ്ട് ആദിപാപത്തിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളൊരാശയത്തിലേക്കാണ് ക്രിസ്ത്യാനിറ്റി ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെയും കണക്ട് ചെയ്യുന്നത്. എന്നാൽ ഖുർആനിൽ തന്നെ വമ്മാ ഖത്തലൂഹു വമ്മാ സ്വലബുഹു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അക്രമികാരിയായ ഭരണകൂടം ഈസാ അലൈഹി ഇസ്ലാമിനെ കൊന്നിട്ടുമില്ല, ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റിയിട്ടുമില്ല എന്ന രീതിയിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതും കൂടി ഈ ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്നാണ് ഹവ്വയുമായി ബന്ധപ്പെട്ട ചരിത്രം. അതിൽ ഹയ എന്നുള്ള ഹീബ്രു പദത്തിൽ നിന്നാണ് ഹവ്വ രൂപപ്പെട്ടതെന്നുള്ള ഒരു ചർച്ച നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹയാത്ത് എന്നുള്ളതും ഈ ഹയ എന്നുള്ള പദവുമായി ഒരുപാട് സാദൃശ്യമുണ്ട്. ഒരു ജീവാത്മാവ് എന്നുള്ളൊരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവാത്മാക്കളുടെ മാതാവ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇസ്ലാമും അതുപോലെ ക്രിസ്ത്യൻ യഹൂദ മതങ്ങളുടെ വിശദീകരണങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബൈബിളിലാണ് ആദമിൻ്റെ വാരിയിൽ നിന്ന് ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു എന്നുള്ള പഴയ നിയമത്തിലൊക്കെ പരാമർശങ്ങളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ തന്നെ അതിനെ ഒരു സ്ത്രീയുടെ വക്രതയുടെ ഒരു അടയാളമായി ആദമിൻ്റെ വാരിയലാണ്, അതുകൊണ്ട് വളഞ്ഞിരിക്കുന്നതാണ്, വക്രീകരിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു ഭാഗത്തിലേക്ക് പോലും വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. പക്ഷേ ഖുർആൻ ഈ ഒരു വിഷയത്തിൽ ഹവ്വ ബീവിയെ പരാമർശിക്കുന്ന ഭാഗത്ത് മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു എന്നുള്ളൊരു വിശദീകരണത്തിലേക്കാണ് ഖുർആൻ അത് പോകുന്നത്. അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാം ഹവ്വയുടെ പേര് ഡയറക്റ്റായിട്ട് ഖുർആനിൽ പരാമർശിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ആദം നബി ഒരു നബി ആയിരുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായിട്ടുള്ള വേറെയും നിരവധി സൂചനകൾ നമുക്ക് ഇതിൽ കാണുവാൻ കഴിയും. അതിൽ പണ്ഡിതന്മാർ പറയുന്നത് ആരാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധിതർ. അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഹവ്വ ബീവി തന്നെയാണ് ആദ്യത്തെ പ്രബോധിത. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയിലേക്ക് എത്തിയതിന് ശേഷമുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രബോധിതരായവർ എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. പിന്നീട് ഈ സ്വർഗീയ കാലത്തിന് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിൽ രസകരമായ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഉള്ളത്. ചില വാറോലകൾ, ചില കഥകൾ, ഐതിഹ്യങ്ങൾ പല ഭാഗത്തേക്ക് പടരുകയും അതും ഇന്നും ആൾക്കാർ വിശ്വസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിലൊന്നാമത്തെ കാഴ്ചപ്പാട് ആദം അലൈഹി ഇസ്ലാം ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്, ഹവ്വ ജിദ്ദയിലും ഇറങ്ങി. അങ്ങനെ രണ്ടുപേരും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അറഫയിൽ കണ്ടുമുട്ടി എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് പറയണത്. പക്ഷേ ആധുനിക ചില പണ്ഡിതന്മാർ, ഈജിപ്തിലെ ഡോക്ടർ അബ്ദുൽ ഹാദി മിസ്ബാഹിനെ പോലുള്ള പണ്ഡിതന്മാർ, അവർ പറയുന്നത് ആദം അലൈഹി ഇസ്ലാം ഇറങ്ങിയത് ആഫ്രിക്കയിലാണ്. കാരണം ആധുനിക ആന്ത്രോപോളജി ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയുടെ ഭാഗമായി പുതിയ നിരീക്ഷണങ്ങൾ വരുന്നത് മനുഷ്യകുലം ആരംഭിക്കുന്നത് ആഫ്രിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അവർ കണ്ടുമുട്ടിയത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അബ്ദുൽ ഹാദി മിസ്ബാഹിനെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഇദ്ദേഹത്തിൻ്റെ വയസ്സുമായി ബന്ധപ്പെട്ടതാണ്. ആദം അലൈഹി ഇസ്ലാം 1000ഓളം വർഷങ്ങൾ മറ്റും ജീവിച്ചു എന്നുള്ള പരാമർശങ്ങളുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഇമാം തിർമിദി, നസായി, ഹാക്കിം, ബസാർ പോലുള്ള പണ്ഡിതന്മാരുടെ ഹദീസുകൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ചർച്ച അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഏകദേശം 60ഓളം മുഴം നീളമുണ്ടായിരുന്നു എന്ന് പറയുന്ന ചില മുസ്ലിം ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഖൽദൂൻ പറയുന്നത് ഈ 60ഓളം മുഴം നീളം എന്ന് പറയുന്നത് സ്വർഗീയ വാസത്തിലുണ്ടായിരുന്നതാണ്, പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അത് സാധാരണ മനുഷ്യൻ്റെ രീതിയിലേക്കായി മാറി എന്ന ചില വിശദീകരണവും അദ്ദേഹവും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സ്വർഗീയവാസം. അതിൻ്റെ വിശദീകരണങ്ങൾ ബൈബിളിൽ കാണുവാൻ കഴിയുന്നില്ല. ബൈബിൾ ഉള്ളതിൻ്റെ ഒരു തിരുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറയുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന വാദത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിർക്കുന്നു. അതുപോലെ തന്നെ ഇബ്ലീസ് മനുഷ്യനെ കുറിച്ചിട്ടുള്ള മലക്കുകൾ സുജൂദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വർത്തമാനം അവിടെ പറയുന്നില്ല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരാമർശിക്കുന്നു. അതുപോലെ തന്നെ പാമ്പുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അത് ഖുർആൻ പരാമർശിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ബൈബിൾ പറയാത്തതും എന്നാൽ ബൈബിൾ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയുമാണ് അതിനൊരു തിരുത്തി എന്ന നിലയിലും കൂടിയാണ് ഖുർആൻ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ ഒരു സവിശേഷത എന്നത് മുൻകാല വേദഗ്രന്ഥങ്ങൾ അവർക്ക് ആ സമൂഹത്തിൽ ലഭിച്ചപ്പോൾ അവർ അതിൽ കൂട്ടിച്ചേർക്കുകയും ഒരുപാട് തിരുത്തുകയും ഒഴിവാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവർക്ക് അയച്ചു കൊടുത്ത ചരിത്രത്തെയും ചരിത്രബോധത്തെയും സംഭവങ്ങളെയും മാറ്റി എഴുതുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ പിന്നീട് അവരിൽ രൂപപ്പെട്ട ഐഡിയോളജിക്കൽ ഡേവിയേഷന് തെറ്റുകൾക്ക് അതിന് ന്യായീകരണം കണ്ടെത്തുന്ന തരത്തിലേക്ക് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുന്നൊരു പശ്ചാത്തലവും കൂടി ഉണ്ടായതും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ തിരുത്തുന്ന ഒരു കാഴ്ചപ്പാട് ഖുർആനിൽ വരുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ആധുനിക ഭൗതിക ശാസ്ത്ര വിശദീകരണ പ്രകാരം ചരിത്ര വിശദീകരണ പ്രകാരം മനുഷ്യനെന്ന് പറയുന്നത് ഗുഹാവാസിയായിരുന്നു, മനുഷ്യൻ ഇലിറ്ററേറ്റാണ്, നിരക്ഷരനാണ്, മനുഷ്യൻ ബാർബറിക്കാണ്, അൺസിവിലൈസ്ഡ് ആണ്, ഒട്ടും നാഗരികത ഇല്ലാത്ത ആളാണ്, സ്വഭാവ മര്യാദകളോ മറ്റും ഒന്നുമില്ലാത്ത ആളാണ് എന്ന് പറയുന്ന വിശദീകരണത്തെ തന്നെ തിരുത്തുന്ന ഒരു വായന ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യൻ നബിയായിരുന്നു എന്നുള്ള കൺസെപ്റ്റ്, ആദ്യത്തെ മനുഷ്യൻ അല്ലമൽ ആദമൽ അസ്മാ കുൽഹ, വിവരമുള്ള വിജ്ഞാനമുള്ള വിവേകമുള്ള ആളായിരുന്നു എന്നുള്ളത്, ആദ്യത്തെ മനുഷ്യൻ നാഗരിക ബോധമുള്ള, നഗ്നത വെളിവാക്കുകയും പിന്നെ വസ്ത്രം ധരിക്കുകയും ചെയ്ത നാഗരികതാ ബോധമുള്ള, അങ്ങനെ ആ വിവിധ തരത്തിൽ കൂടി മനുഷ്യൻ്റെ ഒരു സമ്പൂർണ്ണമായ ഒരു ചിത്രവും കൂടി ആദം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. ഇങ്ങനെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശ്രേഷ്ഠത മലക്കുകളും ജിന്നുകളേക്കാളും മുകളിൽ മനുഷ്യൻ്റെ ശ്രേഷ്ഠത എന്ത് എന്നുള്ളതും പഠിപ്പിക്കുന്നുണ്ട്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് കാബീൽ ഹാബീൽ സംഭവങ്ങളും അത് പറയുന്ന ഭാഗത്ത് പോലും നന്മയുടെ പരാമർശം, അതായത് അള്ളാഹുവിന് സാക്രിഫൈസ് ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി നേർച്ച അർപ്പിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഹാബീലിൻ്റെ പ്രത്യേകത വിശദീകരിക്കുന്ന ഭാഗവും കൂടി നമുക്ക് ഖുർആനിൽ തന്നെ കാണുവാൻ കഴിയും. ഇതിൻ്റെ ചില സദൃശ്യമായ വിശദീകരണങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ പോലും ഖുർആനിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള വിശദീകരണങ്ങൾ ബൈബിളിലില്ല. അതുപോലെ തന്നെ ഖുർആനും ബൈബിളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്നത്, ബൈബിളിൽ ഒരു പുരാണം പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഖുർആൻ ചെയ്യുന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിൽ ബൈബിൾ വരുത്തി ചേർത്ത ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് സന്ദേശങ്ങൾ പിന്നീടുള്ള ജനതയ്ക്ക് നൽകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ആ ഖുർആനിലെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ പരാമർശങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായി ആദം അലൈഹി ഇസ്ലാം പിന്നീട് ആഫ്രിക്കയിൽ താമസിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൽ ഹാദി മിസ്ബാഹിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആഫ്രിക്കയിൽ താമസിച്ചു, അവിടെ കൃഷി, തീ കൊണ്ടാക്കലും കൃഷി വെക്കലും കൈവേലകൾ ഒക്കെ അറിയുന്ന ഒരാളായി ആദം മാറി. അതുപോലെ തന്നെ നാണയങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇവിടെ ശ്രീലങ്കയിലുള്ളതുപോലെ തന്നെ ആദമിൻ്റെ കാൽപാദത്തിൻ്റെ അടയാളം തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള ഒരു വാദവും ഉണ്ട്. അതിൻ്റെ പേരിൽ ഒരു മസ്ജിദൊക്കെയും രൂപീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പക്ഷേ ആദം അലൈഹി ഇസ്ലാമിനെ സാമ്പ്രദായികമായി എല്ലാ മുസ്ലിം പണ്ഡിതന്മാർ പോലും വിശദീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക ചിന്താ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് മോഡേണിറ്റിയുടെ സ്വാധീന ഫലമായി ചില മുസ്ലിം പണ്ഡിതന്മാർ ഈ തരത്തിലുള്ള അഭൗതികമായ വിശദീകരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഖുർആനെ വെറും ഭൗതികമായി വ്യാഖ്യാനിക്കുക എന്നുള്ള ഒരു ആശയത്താൽ ആ ആശയത്തെ പിടിച്ചുകൊണ്ട് ആദം അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നബിയല്ല, ഒരു മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യനെ സൂചിപ്പിക്കുന്ന പദമാണ് ആദം എന്നതും സ്വർഗം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വർഗീയവാസത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒരു മനുഷ്യൻ്റെ പ്രശാന്തമായ ഒരു അവസ്ഥ വിശദീകരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള പണ്ഡിതന്മാർ ഈ ഒരു തരത്തിൽ വളരെ
ഖുർആൻ്റെ അഭൗതികമായ ബന്ധങ്ങളെ അറുത്ത് മാറ്റുകയും എല്ലാത്തരം മോചിസത്തിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കുകയും ഈ ഒരു തലത്തിലേക്ക് വായനയെ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതും കൂടി ചർച്ചയിൽ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യ കുലത്തെയാണ് പരാമർശിക്കുന്നത്. സ്വർഗീയവാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രശാന്തമായ ഒരു അവസ്ഥയാണ്, അല്ലാതെ സ്വർഗത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്. അതുപോലെ തന്നെ വിലക്കപ്പെട്ട വൃക്ഷം അതെന്നൊരു തിന്മയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് തിന്മയാണ്, അതല്ലാതെ ഒരു ലിറ്റററി ഒരു വൃക്ഷത്തെക്കുറിച്ചല്ല ഖുർആൻ പറയുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം തെളിവെടുക്കുന്നത് സൂറത്ത് ഇബ്രാഹിം 24-28 ആയത്തുകളിൽ നല്ല വചനത്തെ നല്ല വൃക്ഷമായും അതുപോലെ തന്നെ ചീത്ത വചനത്തെ ചീത്ത വൃക്ഷമായും ഒക്കെ ഇബ്രാഹിം സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തലത്തിൽ മാത്രം വായിച്ചാൽ മതി, അല്ലാതെ അത് അങ്ങനെ ഈ പറയുന്നത് പോലുള്ള ഒരു അഭൗതികമായ ബന്ധമൊന്നും അതിനില്ല എന്ന തരത്തിലാണ് സർ സയ്യിദിനെ പോലുള്ള ആൾക്കാർ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ നഗ്നത എന്നത് അദ്ദേഹം അവിടെ തന്നെ തുടരുന്നുണ്ട്. നഗ്നത എന്ന് പറയുന്നത് തിന്മയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വസ്ത്രം എന്നവിടെ പരാമർശിക്കുന്നത് വസ്ത്രമണിയുക, ആദം വസ്ത്രമണിഞ്ഞു എന്ന് പറയുന്നത് ഭയഭക്തി സ്വീകരിച്ചു എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ആധുനികതയുടെ മോഡേണിറ്റിയുടെ ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു തരത്തിലുള്ള ഒരു അഭൗതികമായ ബന്ധത്തെ ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ള വായനകൾ പോലും ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായി എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ്. ഈ ഒരു തരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, ആദം എന്നത് പൊതുവായ സങ്കല്പത്തെ തിരുത്തുക. ആദം ആദ്യത്തെ മനുഷ്യനാണ്, ആദ്യത്തെ നബിയാണ്, ആദ്യത്തെ ഖലീഫയാണ്. ആദം അലൈഹിസ്സലാം സാക്ഷരനാണ്, ആദം അലൈഹിസ്സലാം വിവേകമുള്ളവനാണ്, അവൻ നാഗരികനാണ്. അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യൻ തന്നെ അള്ളാഹുവിൻ്റെ ഖലീഫയായി അള്ളാഹുവിന് സർവ്വവും സമർപ്പിക്കുന്ന ആളാണ്. ആദം അലൈഹിസ്സലാം പിന്നീട് മക്കൾക്ക് ഇസ്ലാമിക കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായിട്ടാണ് ആദം അലൈഹിസ്സലാം വരുന്നത്. ഇങ്ങനെയുള്ള പരാമർശങ്ങളാണ് ഖുർആനിൽ നമുക്ക് ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ യഹൂദ വേദഗ്രന്ഥങ്ങളും കഥകളും വാറോലകളും പറഞ്ഞു വെച്ച പല തെറ്റിദ്ധാരണകളെയും പ്രത്യേകിച്ച് ഹവ്വാ ബീവിയുമായി ബന്ധപ്പെട്ട സ്ത്രീ വിരുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തിരുത്തുകയും ആദം അലൈഹിസ്സലാം എന്നത് സ്ഥാനഭ്രഷ്ടനാക്കുക അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നതിന് പകരം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദം അലൈഹിസ്സലാമിൻ്റെ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷണ ഘട്ടം എന്ന നിലയിൽ ഒരു സാഹചര്യമായിരുന്നു സ്വർഗീയവാസം എന്നുള്ളതാണ് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒറിജിനൽ സിന്ന് പോലുള്ള ഒരു വലിയ ആരോപണം സ്ത്രീകളിലേക്ക് ചുമത്തുന്ന ബൈബിൾ വായനകളെ തിരുത്തുക എന്നുള്ളതും ഈ ആദം അലൈഹിസ്സലാമിൻ്റെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇങ്ങനെ ആദം അലൈഹിസ്സലാം ആദ്യ പിതാവായും ആദ്യ നബിയായും ആദ്യത്തെ മനുഷ്യനായും ആദ്യത്തെ ഖലീഫയായും ആദ്യത്തെ സാക്ഷരനായും ലോകം ആരംഭിക്കുന്നത് തന്നെ സാക്ഷരതയിലൂടെയും ആണ് എന്നുള്ളൊരു പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.